സങ്കീർത്തനം 119:139. എൻ്റെ വൈരികൾ തിരുവചനങ്ങൾ മറക്കുന്നതുകൊണ്ട് എൻ്റെ എരിവ് എന്നെ സംഹരിക്കുന്നു. മൈ ആങ്കർ ഈസ് wearing me out because my enemies don't pay any attention to your words. എൻ്റെ ശത്രുക്കൾ തിരുവചനം തിരസ്കരിക്കുന്നത് കൊണ്ട് എൻ്റെ തീഷ്ണത എന്നെ ദഹിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്താ വിഷയം ആത്മീയ തീഷ്ണത എന്നതാണ്. കൊരിന്ത്യർ ലേഖനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഇത് തീഷ്ണതയെ സൂചിപ്പിക്കുന്നു. പലരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും തീഷ്ണതയില്ല. പലരും വചനം പറയുന്നുണ്ടെങ്കിലും എരിവില്ല. എരിവും പുളിയൊന്നുമില്ലാതെ ഇങ്ങനെ ആർക്കോ വേണ്ടി പറഞ്ഞു തീർക്കുകയും ചിലപ്പോൾ കോമഡി പറയുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണം, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം. തീഷ്ണതയുള്ള ഒരു വിശ്വാസിയാണോ ഞാൻ? തീഷ്ണത ഇപ്പോൾ ഉണ്ടോ? പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലുണ്ടോ? അതോ തീഷ്ണത കുറഞ്ഞു പോയോ? തീഷ്ണത, എരിവ്, ഉത്സാഹം, ഉന്മേഷം, ആവേശം എല്ലാം എപ്പോഴും ഇങ്ങനെ നിൽക്കത്തില്ല, കൂടിയും കുറഞ്ഞു നിൽക്കും. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു. അതെൻ്റെ ചർച്ചിലാണ്. ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ വളരെ സിമ്പിളും വളരെ ശാന്തവുമായ വചന ശുശ്രൂഷയിൽ എനിക്ക് വലിയ എരിവുണ്ടായി. അത് ഒരു 48 മണിക്കൂർ അത് നിലനിന്നു. അത് ചോർന്നു പോകുന്നത് അറിയണം, ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുമാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നുമില്ലാതെയും നമുക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാമല്ലോ, കേൾക്കാമല്ലോ, അല്ലേ? ഒന്നുമില്ലാതെയും കേൾക്കാം, ഒന്നുമില്ലാതെയും പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു തീഷ്ണത വേണം. തീഷ്ണതയുള്ളവൻ പ്രാർത്ഥിച്ചാൽ മറ്റൊരാൾ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേൽക്കും. തീഷ്ണതയുള്ള ഒരാൾ പ്രസംഗിച്ചാൽ അതിനകത്തുനിന്ന് പ്രസംഗിയർ പുറത്തു വരും. തീഷ്ണതയുള്ള ഒരാൾ പ്രവചിച്ചാൽ പ്രവാചകന്മാർ പുറത്തു വരും. തീഷ്ണതയുള്ള ഒരാള് മറ്റൊരാളോട് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ കത്തൽ ഉണ്ടാകും. നോക്കൂ, ഇവിടുത്തെ തീഷ്ണത എന്തിനാന്ന് നോക്കണേ. എൻ്റെ വൈരികൾ തിരുവചനങ്ങൾ മറക്കുന്നതുകൊണ്ട് എൻ്റെ എരിവ് എന്നെ സംഹരിക്കും എന്ന് പറഞ്ഞാല്, എനിക്ക് എതിരാളികളുണ്ട്. പുതിയ നിയമം വരുമ്പോൾ നമുക്ക് എതിരാളി ഇല്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞാലും അതൊരു തിയറിയേ ഉള്ളൂ. നമുക്ക് എതിരാളികളില്ലേ? സഭയിൽ തന്നെ ഇല്ലേ? നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലേ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലില്ലേ നമ്മളോട് അസൂയുള്ളവരും? നമ്മളെ എതിർക്കുന്ന ആളുകളെല്ലാ കാലത്തുമുണ്ട്. അത് വ്യക്തിപരമായിരിക്കാം. ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവ് പറയുന്ന എതിരാളി ആരാന്നറിയാവോ? ദൈവവചനത്തോട് ഒരു താല്പര്യമില്ലാത്ത ആളുകളെ താൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം, ഞാൻ കാണിക്കാം. എൻ്റെ വൈരികൾ തിരുവചനങ്ങൾ മറക്കുന്നു, അതാ എൻ്റെ വിഷയം. സ്തോത്രം. Because my enemies don't pay any attention to your words. അവിടെ നിന്റെ വചനം കേട്ടാൽ പിന്നെ എൻ്റെ എതിരാളി ആകത്തില്ല അവര്.
അവർ നിന്റെ വചനം ശരിയായിട്ടൊന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ അവർക്ക് എങ്ങനെ എന്നോട് വഴക്കുണ്ടാക്കാൻ പറ്റും? അപ്പൊ അത് ഓർത്തിട്ട് ഞാൻ തന്നെ അങ്ങ് കത്തി പുകഞ്ഞു പോവുക പറയുന്നത്. അങ്ങനെ പോകേണ്ട കാര്യമില്ല. പക്ഷേ മറ്റുള്ളവർ വചനം ഗ്രഹിക്കാതിരിക്കുകയും വചനം തെറ്റിച്ച് പറയുകയും തെറ്റിച്ച് പഠിപ്പിക്കുകയും വചനമില്ലാതെ പലതും കാട്ടിക്കൂട്ടുകയും ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം വേണ്ടേ? ഒരു വിഷമവും ഇല്ല. എല്ലാം നല്ലതെന്ന് പറയുന്നത് തീഷ്ണതയാണ്. കുറച്ചുകൂടെ തീഷ്ണതയുള്ളവരായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.